ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, 2003 ബിജു ബ്രദർ പറഞ്ഞ പോലെ ഞാൻ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി മാറിയത്. ഞങ്ങൾ യേശുവിനെ തിരക്കി ചെന്നതല്ല, യേശു ഞങ്ങളെ തേടി വന്നതാണ്. സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിലേക്ക് അന്ന് ഞാൻ എന്നും ഓർക്കുന്നു, ആ വലിയൊരു വീട്ടില്, 8 മുറിയുള്ള വീട്ടില് ഒരു മുറിക്കകത്ത് കയറി ഞാൻ വാവിട്ട് നിലവിളിച്ച് കരയി, ആരുമില്ല എന്നെ ഒന്ന് രക്ഷിപ്പാൻ. അതിന്റെ മധ്യത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരിക ചെയ്തത്. ഞങ്ങളുടെ ഭവനത്തിലായിരുന്ന സെർവന്റ് ഒരു ബൈബിളുമായിട്ട് വരികയും എന്റെ ജീവിത പങ്കാളി ആ ബൈബിൾ വാങ്ങിക്കുകയും, അങ്ങനെ ഞങ്ങളുടെ കൂട്ടുകാര് സുവിശേഷം പറയുന്നു, യേശുവിനെ നിങ്ങളെ വിടുവിക്കാൻ പറ്റും. അങ്ങനെ അവർ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് പോകാൻ തയ്യാറായി. പക്ഷെ എന്റെ ജീവിത പങ്കാളി വന്നില്ല. കാരണം സിവിയർ ആയിട്ട് യൂറിനറി ഇൻഫെക്ഷന്റെ പ്രോബ്ലം ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ആ ദേവദാസന്റെ ഭവനത്തിൽ ഞാൻ ഒറ്റയ്ക്ക് കടന്നു ചെന്ന് അവിടെ വെച്ച് കർത്താവ് എന്നെ കാണുന്നു എന്നുള്ളൊരു ബോധ്യം എനിക്ക് ലഭിക്കുകയും, ആ വ്യക്തി എന്നോട് അവിടെ അടുത്ത് ഉണ്ടായിരുന്ന ദേവദാസനോട് കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നോട് പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് പറയാണ്, നിന്റെ ജീവിതം ചില്ലുപോലെ തകർന്നത് യേശു എടുത്ത് കൂട്ടി യോജിപ്പിക്കാൻ പോവാ. നീ രാത്രി കടന്ന് കരയുന്നത് ദൈവത്തിന്റെ ആത്മാവ് കാണുന്നുണ്ട്. ദൈവമക്കളെ, നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്. അത് ജീവനുള്ള ഒരു ദൈവമാണ്. നമ്മുടെ കണ്ണുനീരിനെ മറികടക്കാത്ത ഒരു ദൈവമുണ്ട്. ചതഞ്ഞോടെ ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ എന്ന് വചനം പറയുമ്പോൾ, ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തികളോടും ഞാൻ പറയാം, നിങ്ങളുടെ ഭാരത്തെ കവിഞ്ഞു പോകുന്ന ഒരു ദൈവ സാന്നിധ്യമല്ല, അതിന്റെ മുമ്പിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകുന്ന ഒരു ദൈവ സാന്നിധ്യം. ഏദൻ തോട്ടത്തിൽ നിന്ന് ആദം ഔവ അവര് തോട്ടത്തിന് വെളിയിലായപ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം അവരെ തേടി, അല്ലെങ്കിൽ ഈ ആദം എന്ന് പറയുന്ന ഈ വംശത്തെ തേടി 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് ആ മനുഷ്യനായിട്ട് വന്ന് നിന്ന് ആ കർത്താവായ യേശു ക്രിസ്തു, അവൻ രണ്ടാമത്തെ ആദം എന്ന് പറയുമ്പോൾ, ദൈവമക്കളെ, നമ്മളെ ക്രിസ്തുവിലൂടെ പിതാവാൻ ദൈവത്തിലേക്ക് അടുപ്പിക്കാനായിട്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. അതാണ് ക്രൂശിന്റെ വചനം, അതാണ് ഗോസ്പൽ എന്ന് പറയുന്നത്. ദൈവം നമ്മെ തേടി വന്നതാണ്. ആ പ്രവൃത്തിയുടെ ആ സുവിശേഷം, ആ പ്രവൃത്തി, എന്റെ ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ ആ ഉറപ്പാണ് അവിടെ നമുക്ക് നൽകപ്പെടുന്നത്. അങ്ങനെ കർത്താവ് വീണ്ടും നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ വലതുഭാഗത്ത് ഉണ്ടെന്ന് വിശ്വസിക്കുക. ദൈവമക്കളെ, ഞങ്ങളുടെ ജീവിതത്തിൽ അന്ന് നടന്നൊരു അത്ഭുതമാണ് എന്റെ ജീവിത പങ്കാളിക്ക് സൗഖ്യം ലഭിച്ചത്. 8 വർഷമായിട്ടുള്ള സിവിയർ യൂറിനറി ഇൻഫെക്ഷൻ. രണ്ടാമത് എന്റെ പിതാവ്, ഞാൻ വിദ്യാഭ്യാസത്തിൽ ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ആയിരിക്കുമ്പോഴത്തേന് വേറെ വിവാഹം ചെയ്തു പോയ എന്റെ പിതാവ് 18 വർഷങ്ങൾക്ക് ശേഷം ഭവനത്തിൽ വരുവാൻ ഇടയായി കുടുംബജീവിതം റിസ്റ്റോർ ചെയ്തു. ഞങ്ങൾക്ക് ഈ യേശുവിനെ വേണമെന്നുള്ള ആഗ്രഹമായി മാറി. യേശുവിന്റെ ആ സ്നേഹം ഞങ്ങളെ ഹോൾഡ് ചെയ്തു. അവിടെ ഞങ്ങൾ കർത്താവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റു. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിന് അപ്പുറമായിട്ട് വലിയ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ ആ സഹോദരങ്ങളുടെ, കുടുംബക്കാരുടെ, ദേശക്കാരുടെ ഒക്കെ വെറുപ്പിന് മാത്രമായി തീർന്നു. എന്റെ ജീവിത പങ്കാളി അവര് കൂട്ടായ്മയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വീടിനകത്തിട്ട് പൂട്ടി സൈക്കാട്രിക്സ് ഡോക്ടറെ അടുത്ത് നിർബന്ധിച്ചുകൊണ്ട് അവസാനം കൊല്ലുമെന്നുള്ളൊരു ഭീഷണിയുടെ മധ്യത്തിലാണ് ഞങ്ങൾ ബോംബെക്ക് കടന്നു വരാൻ ഇടയായത്. പക്ഷെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾ അന്ന് 3 ആൺകുട്ടികളാണ്. അവര് ഏറ്റവും മൂത്തവര് ട്വിൻസിലാണ്. അവര് അന്ന് അപ്പർ കേജിലേക്ക് മൂത്തവര് വന്നിരിക്കുന്ന സമയം 2003. പക്ഷെ ആ വർഷം അവർ സ്കൂളിൽ പോയില്ല. പക്ഷെ 2004 അവരെ കർത്താവ് ഏറ്റവും ബെസ്റ്റ് സ്കൂളിലാക്കുകയും ഇന്ന് അവരെ പോസ്റ്റ് ഗ്രാജുവേഷനും എല്ലാം കഴിഞ്ഞ് കർത്താവ് അവർക്ക് ആ പ്ലേസ്മെന്റ്, ജോബ് പ്ലേസ്മെന്റ് എല്ലാം കൊടുത്ത് അവരെ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ട് കർത്താവ് അവരെ ഇറക്കുവാൻ ഇടയായി തീർന്നു. ദൈവമക്കളെ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്, വീണ്ടും ഞങ്ങൾ ബിസിനസ് ആയിട്ട് ബോംബെയിലായിരിക്കും 2007 ഒരു എൻകൗണ്ടറിലൂടെ കർത്താവ് ഞങ്ങളെ തെരഞ്ഞെടുത്തു. വീണ്ടും ഞങ്ങൾ കർത്താവിന്റെ സുവിശേഷമായിട്ട് പല ദേശങ്ങൾ, പല രാജ്യങ്ങളെല്ലാം കടന്നു പോകാനായിട്ട് ഇടയായി. ദൈവമക്കളെ, അതിലൊക്കെ ഉപരി എന്റെ ജീവിതത്തിൽ വന്ന രൂപാന്തരം, എന്റെ കുടുംബജീവിതം തകർന്നതായിരുന്നു. പലപ്പോഴും ഒരു ഡിപ്രഷൻ മൂഡിലായി കൈകൾ മുറിക്കുകയും സ്കിന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്ന മുറിവുകളെല്ലാം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം അതിന്റെ മുറിവുകളാണ്. പക്ഷെ അവിടുന്നെല്ലാം കർത്താവ് വിടുവിച്ചു. 2 പ്രാവശ്യം മേശമേൽ കയറിയ വ്യക്തിയാണ് ആത്മഹത്യ ചെയ്യാനായിട്ട്. പക്ഷെ സ്വർഗത്തിൽ അപ്പൻ എന്നെ നരകത്തിന് വിട്ടുകൊടുക്കാതെ എന്നെ കാത്തു പരിപാലിച്ചു. കർത്താവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ബോംബെ പട്ടണത്തിൽ കർത്താവ് ഞങ്ങളെ തെരഞ്ഞെടുത്ത് അനേക വേലകൾ, അനേക സുവിശേഷ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ ഇടയായി മാറി. ഒരു ഭവനത്തിൽ ഞാൻ ചെന്നപ്പോൾ ആ ഭവനത്തിന്റെ അവസ്ഥ കണ്ട് അന്ന് രാത്രി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഹൃദയത്തിന്റെ വേദന തോന്നി. ദൈവമക്കളെ, അവിടുന്ന് ഒരു രൂപാന്തരത്തിലാണ്. ആ ഒരു എൻകൗണ്ടർ, 8 മണിക്കൂറുള്ള എൻകൗണ്ടർ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനമായിട്ടും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, കർത്താവ് അവർക്ക് ദൈവത്തെ മുഖാമുഖം കാണുവാനായിട്ട്, യേശുവിനെ മുഖാമുഖം കാണുവാനായിട്ട് ഒരു വലിയ അവസരം ഉണ്ടാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവിന് ഒരു വ്യക്തി കണ്ടു കഴിഞ്ഞാൽ വചനം പറയുന്നു, അവൻ പഴയതുപോലെയല്ല, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതു സൃഷ്ടിയായി മാറി. ആമേൻ, ഹല്ലേലൂയ. പുതു സൃഷ്ടിയുടെ ആ ഒരു ജീവിതമാണ് എനിക്ക് നിങ്ങൾക്കും ക്രിസ്തീയ ജീവിതത്തിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ അനേകരോട് സുവിശേഷം പറയുവാൻ, ദൈവവചനം ഘോഷിക്കാൻ കർത്താവ് കൃപ നൽകി. ഇന്ന് കർത്താവിന്റെ
ദൈവവചനവുമായിട്ട് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും പല ദേശങ്ങളും അനേക ആത്മാക്കൾ പല പ്രാവശ്യം ബഹുമാനപ്പെട്ട രായ്ച്ചാൻ മുഖാന്തരം ഈ ഇവാഞ്ചലിക്കൽ മീറ്റിങ്ങിലും റാന്നി യുണൈറ്റഡ് പ്രയറിന്റെ മീറ്റിങ്ങിലൊക്കെ കടന്നു വരുവാനായിട്ട് ഇടയായി മാറി. നിങ്ങളെയൊക്കെ നേരിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്ന് സ്ക്രീനിലൂടെ കർത്താവ് തന്നിരിക്കുന്ന ഈ പ്രൊവിഷനെ ഞാനും നിങ്ങളും അംഗീകരിക്കുമ്പോൾ ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ ചിന്തകളെ, എൻ്റെ ഭാവങ്ങളെ, എൻ്റെ സംസാര രീതികളെ എല്ലാം, എൻ്റെ സ്വഭാവങ്ങളെ എല്ലാം കർത്താവ് രൂപാന്തരപ്പെടുത്തി. ലോകപ്രകാരം ജീവിച്ചൊരു വ്യക്തിയായ എന്നെ, ആ അന്ധകാരത്തിന്റെ നടുവിലായിരുന്ന എന്നെ, അല്ലെങ്കിൽ അജ്ഞതയുള്ള ഒരു ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഇരുന്നിടത്തുനിന്ന് ജീവനുള്ള ഒരു ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും തെരഞ്ഞെടുത്തതിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, ഞാൻ അതിന് കൊടാനുകൂടി സ്തോത്രം ചെയ്യാം. ഇന്ന് നമ്മൾ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ ഈ സാക്ഷ്യം എന്തെന്ന് പറയുന്നതിന്റെ കാര്യം ഇതാ. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കും. ഞങ്ങൾ എവിടെയൊക്കെ സാക്ഷ്യം പറയുവാൻ ഇടവന്നിട്ടുണ്ടോ അവിടെ എല്ലാം കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികൾ നടന്നിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. കാരണം കർത്താവിന്റെ വചനം പറയുന്നത്, നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം ചെന്ന് നിങ്ങൾ സാക്ഷികളാകുവിൻ. ഹല്ലേലൂയ. ഒരു ഭൂതഗ്രസ്തനെ കർത്താവ് വിടുവിച്ചു കഴിഞ്ഞിട്ട് യേശുവിനോട് കൂടെ നടക്കാൻ അവൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ അവനോട് പറയുന്നത്, നീ പട്ടണത്തിൽ ചെന്ന് നീ അവിടെ സാക്ഷിയായി മാറുക, ദേശത്ത് സാക്ഷിയായി മാറുക. അങ്ങനെ ബോംബെ പട്ടണത്തിൽ ഞങ്ങൾ കടന്നു വന്ന് കർത്താവിന് സാക്ഷിയായി മാറി. സീസയോടുള്ള ബന്ധത്തിൽ കർത്താവ് മുമ്പോട്ട് പോകാൻ കൃപ നൽകി. അനേക വ്യക്തികളുടെ രൂപാന്തരം ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട് അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ എല്ലാം കാണുവാൻ കർത്താവ് കൃപ നൽകി. ദൈവമക്കളെ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ആ കർത്താവിനോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. കർത്താവെ, നീ എന്നെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെ നീ തെരഞ്ഞെടുത്തല്ലോ അപ്പാ. അതിനായിട്ട് എന്ത് നൽകിയാലും മതി വരത്തില്ല. സ്തോത്രം കർത്താവെ. കാരണം ആ രൂപാന്തരത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം. ജീവനുള്ള ഒരു ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് കടക്കുവാനായിട്ട് ഒരു വലിയ തിരിച്ചറിവ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യാം. ആമേൻ, ആമേൻ, ആമേൻ. നന്ദി പിതാവേ. ഇത്ര നല്ലവനാം പ്രിയനേ, ഇതരയിൽ രുചിച്ചറിവാൻ ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ദൈവമക്കളെ, എത്ര പേർ ഹൃദയത്തിൽ മാറോട് കരം വെച്ചുകൊണ്ട് പറയും, ഇത്ര നല്ലൊരു ദൈവത്തെ കണ്ടുമുട്ടി കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ പാദപിടുത്തത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. സ്വർഗത്തിന്റെ സിംഹാസനവും ഭൂമി നിന്റെ പാദപിടമായിരിക്കാൻ കർത്താവ് നിന്റെ പാദപിടുത്ത് ഞങ്ങൾ ചുംബിക്കുന്ന കർത്താവെ, ചൊവ്വയുള്ള വഴികൾ ഞങ്ങൾ നടത്തണമേ. കർത്താവിന്റെ ആ മഹാ തേജസ് കൊണ്ട് ഞങ്ങളെ ഹല്ലേലൂയ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ആ ദിവ്യ വിളിക്ക് ഓഹരിക്കാരാക്കി കർത്താവ് വിശുദ്ധരും നിഷ്കളങ്കരുമായി ലോകസ്ഥാപനത്തിന് മുമ്പേ അവന്റെ മുമ്പേ നിൽക്കേണ്ടതിന് ഞങ്ങളെ തെരഞ്ഞെടുത്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വി സറണ്ടർ ബിഫോർ യു ലോർഡ്, വി ബോ ഡൗൺ ബിഫോർ യു ലോർഡ്. ഹല്ലേലൂയ. യു ആർ our Savior, you are my Savior, you are my Redeemer, you are my intercessor, you are my mediator, you are my justifier, Lord, you are my Lord and my God. Thank you, Jesus. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമക്കളെ, ഇന്ന് കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ആലോചന ദൈവസന്നിധിയിലെ വചനം, അതായത് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിന്റെ 11-12 വചനമാണ്. ആരെങ്കിലും ഒരാളൊന്ന് ശബ്ദം ഉയർത്തി വായിച്ചാൽ നല്ലതായിരിക്കും. ആക്ട്സ് ചാപ്റ്റർ 9 verse 11 and 12. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിന്റെ 11-12. കർത്താവിനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കാം. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്ന പേരുള്ള പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവെക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു കൽപ്പിച്ചു. Amen. Hallelujah. So the Lord said to him, arise and go to the street called Straight, and inquire at the house of Judas for one called Shaul of Tarsus. For behold, he is praying. Avan prarthikkunnu. And in a vision he has seen a man named Ananias coming in and putting his hand on him so that he might receive his sight. ദൈവമക്കളെ, ഇവിടെ സ്വർഗം പറയുന്നൊരു വലിയ സാക്ഷ്യമാണ്. പ്രാർത്ഥനയെ കുറിച്ചുള്ളൊരു വലിയ സാക്ഷ്യം. ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് പ്രാർത്ഥന ഇല്ലായ്മ എന്നുള്ളൊരവസ്ഥയാണ്. ആമേൻ. നമുക്കറിയാം, ഒറ്റ വാക്കിൽ പ്രാർത്ഥന ഇല്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലെ സൃഷ്ടിച്ച ദൈവം
ആ ദൈവവുമായിട്ട് ബന്ധമില്ലാത്തൊരവസ്ഥ. ഇവിടെ വചനം ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസൂസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവെക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു. ആ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ അവൻ കണ്ടിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, സ്വർഗത്തിന് നമ്മളെ കുറിച്ച് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാനുള്ള അവസരം എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം ഒന്ന് നമ്മെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു അവസരമായത്. ഹല്ലേലൂയ. നമുക്കറിയാം, കഴിഞ്ഞ 2 കൊല്ലം പാൻഡമിക് ആയിട്ട് നടന്നു. അനേക വ്യക്തികൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു, അനേകർ പ്രതികൂലത്തിലായി മാറി, അനേകർ വേദന കൊണ്ട് നടന്നു. ഹല്ലേലൂയ. എങ്കിലും അന്നൊക്കെ ചില സ്വഭാവങ്ങളൊക്കെ പ്രാർത്ഥന ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് മാറ്റപ്പെട്ടെങ്കിലും ഇന്ന് വീണ്ടും അനേകരും വീണ്ടും ലോകത്തിലേക്കുള്ള ചിന്താഗതിയിൽ പ്രാർത്ഥനയിൽ നിന്ന് അകന്ന് സമയമില്ല എന്നുള്ളൊരു കാരണം വെച്ചുകൊണ്ട് അവർ വീണ്ടും അകന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. നമുക്കറിയാം, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ശൗലായിരിക്കുമ്പോഴത്തേന് താൻ സ്റ്റെഫാനോസിന്റെ മരണത്തിന് ഉത്തരവാദിയായിരുന്നു. അവരെ കൊല്ലുന്നവരെ, കല്ലെറിഞ്ഞ് കൊല്ലുന്നവരെ ഡ്രസ്സുകൾ താൻ സൂക്ഷിച്ചിരുന്നു. കാരണം തന്റെ അന്നത്തെ പൊസിഷൻ അങ്ങനെയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് താന് ഈ ക്രിസ്ത്യാനിയായിട്ടുള്ള അനേക വ്യക്തികളെ അല്ലെങ്കിൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ കൊല്ലുവാനായിട്ട് ദമാസ്കസിലേക്കുള്ള ആ യാത്രാ മധ്യത്തിൽ, കാരണം അധികാരികളുടെ അടുത്തുനിന്ന് അവൻ പേപ്പർ വാങ്ങിച്ചുകൊണ്ട് പെർമിഷൻ വാങ്ങിച്ചുകൊണ്ട് പോവുക. ആ ദമാസ്കസിലേക്കുള്ള യാത്രാ മധ്യത്തിൽ അവൻ വാഹന മൃഗത്തിൽ നിന്ന് അവൻ താഴെ വീഴുന്നു. ഇതെല്ലാം നമുക്കറിയാം. സൂര്യനെ വെല്ലുന്നൊരു വെളിച്ചം അവൻ കാണുക. ആ കണ്ണ് കാണാതിരിക്കുന്ന സമയത്ത് അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ, ഹൂ ആർ യു, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു ലോർഡ്? ഹല്ലേലൂയ, നീ ആരാകുന്നു? ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ യേശു പറയുന്നു, നീ ഉപദ്രവിക്കുന്ന യേശുവാണ്, നീ മുള്ളിനോടാണ് ഉദയ്ക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു, നീ ആ അല്ലെങ്കിൽ നീ ആ നേർവീതി എന്ന് പറഞ്ഞ അവിടെ ചെന്നിട്ട് ആ യൂദായുടെ ഭവനത്തിൽ ഇരിക്കുക. ഹല്ലേലൂയ, നീ ചെയ്യേണ്ടത് ഞാൻ നിനക്ക് പറഞ്ഞു തരും. അവൻ അന്ന് ആ സമയം മുതൽ നമ്മൾ ആ ഭിത്തിയോട് അല്ലെങ്കിൽ ആ യൂദായുടെ ഭവനത്തിൽ ആ ഭിത്തിയോട് കാതോർക്കുകയാണെങ്കിൽ നമുക്കൊരു ശബ്ദം കേൾക്കാൻ പറ്റും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ ആവലാതിയും വേവലാതിയോ അല്ലെങ്കിൽ നിലവിളിയോ ഒന്നുമല്ല. അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം, ഹു ആർ യു, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു ലോർഡ്? ദൈവമക്കളെ, അതാണ് അവന്റെ ചോദ്യം. നീ ആരാകുന്നു? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ആ ബന്ധത്തിലാണ് അവൻ കാണുന്നത് അനന്യാസ് എന്ന് പറയുന്ന കർത്താവിന്റെ ഒരു ദൈവദാസൻ, കർത്താവിന്റെ ഒരു അപ്പോസ്തലൻ, ഹല്ലേലൂയ, കടന്നു വന്ന് എന്റെ മേൽ കൈവച്ചിട്ട് ഞാൻ വിടുതൽ പ്രാപിക്കുന്നു, എനിക്ക് കണ്ണിന് സൗഖ്യം കിട്ടുന്നു. ദൈവമക്കളെ, ആ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ഞാൻ നിങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്ര ഭയങ്കരമായ ഒരു പ്രാർത്ഥന. ദൈവമക്കളെ, പ്രാർത്ഥന ഇല്ലാത്തൊരു ജീവിതമാണ് ഏറ്റവും വലിയ സിൻ എന്ന് പറയുന്നത്. ആ പ്രയർലെസ്നെസ്, വിത്തൗട്ട് പ്രയർ ലൈഫ്. ഹല്ലേലൂയ. ജെറമ്യാ 33-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ പറയുകയാണ്, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്ത മഹത്തായും അഗോചരമായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. Call to me and I will answer you and show you great and mighty things which you do not know. നിനക്കറിയാൻ മേലാത്ത മഹത്തരമായിട്ടുള്ള അഗോചരമായിട്ടുള്ള നിഗൂഢ മിസ്റ്ററീസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നെ വിളിച്ച്, വേറൊരു ട്രാൻസ്ലേഷൻ പറയാം, എന്നെ വിളിക്കാൻ ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്ന അവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് അപ്പുറമായിട്ട് ഹല്ലേലൂയ ഒരു പാപം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്നത് ഹല്ലേലൂയ ഈ പ്രാർത്ഥന ഇല്ലായ്മയാണ്. പ്രയർലെസ് ലൈഫ് ഈസ് എ സിൻ. ആ പ്രാർത്ഥന ഇല്ല എന്നുള്ളൊരു പാപമാണ് അവന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന ഇല്ലായ്മ ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുവാൻ കാരണമാകും. അല്ലെങ്കിൽ പ്രാർത്ഥന ഇല്ലായ്മ അവനെ പാപത്തിലേക്ക് നടത്താൻ തുടങ്ങും. ദൈവത്തിൽ നിന്ന് അകന്നു മാറ്റി കൊണ്ടുപോകുന്നതാണ് സാത്താന്റെ തന്ത്രം എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 9-ാമത്തെ വചനത്തില് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എല്ലാവരും ശ്രദ്ധിച്ചാണ്. ഗോഡ് മേഡ് എവരി ട്രീ ഗ്രോ ദാറ്റ് ഇസ് പ്ലീസന്റ് ടു ദ സൈറ്റ് ആൻഡ് ഗുഡ് ഫോർ ഫുഡ്. അവിടെ ഇംഗ്ലീഷിൽ കോമ ഇട്ടിട്ടുണ്ട്, മലയാളത്തിൽ കോമ ഇല്ല, ഒറ്റ സെന്റൻസ് ആയിട്ട് കിടക്കുക. സെക്കൻഡ്, ദ ട്രീ ഓഫ് ലൈഫ് വാസ് ഓൾസോ ഇൻ ദ മിസ്റ്റ് ഓഫ് ദ ഗാർഡൻ, കോമ, ആൻഡ് ദ ട്രീ ഓഫ് ദ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ. നോക്ക, ഇവിടെ 3 തരത്തിലുള്ള വൃക്ഷങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ വചനം അവിടെ പറയുന്നു. ഈ 3 വൃക്ഷം, ഒന്ന് നമുക്കറിയാം കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ അനേക വൃക്ഷങ്ങൾ. ഈ വൃക്ഷങ്ങൾ മുഴുവൻ ഫലങ്ങളുടെ, ആ വൃക്ഷങ്ങളുടെ ഫലം നമ്മുടെ ജഡത്തിന് വേണ്ടി, നമ്മുടെ ജീവൻ, നമ്മുടെ പുറമേ ഉള്ള ജഡം, ഈ ഭൗമികമായിട്ടുള്ള ജഡം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്ത് തിന്നം, എന്ത് കുടിക്കുമെന്ന് പറയുന്നതിന്റെ ഭാഗമാണ് അവിടെ. അതാണ് ഹല്ലേലൂയ ആ ഒരു ഒറ്റ വേർഡിൽ പറയുന്നത്. എന്നാൽ രണ്ടാമത് പറയുന്നു ജീവന്റെ വൃക്ഷത്തെ കുറിച്ച്, മൂന്നാമത് പറയുന്നു നന്മ തിന്മകളുള്ള വൃക്ഷത്തെ കുറിച്ച്. എന്നാൽ
ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ 3 വൃക്ഷങ്ങളും 3 തരത്തിലുള്ള ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോവുക. ഒന്ന് നമ്മുടെ ഭൗതിക മണ്ഡലത്തിലേക്കുള്ള വളർച്ച, രണ്ടാമത്തെ ജീവന്റെ വൃക്ഷം നമ്മുടെ ആത്മീയ മണ്ഡലത്തിലുള്ള വളർച്ച, അതിനെ ശക്തിപ്പെടുത്തുന്നത്. മൂന്നാമത്തെ നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷം നമ്മുടെ ബുദ്ധി മണ്ഡലം, നമ്മുടെ സോളിന് അല്ലെങ്കിൽ നമ്മുടെ ആ പ്രാണൻ അല്ലെങ്കിൽ ആ ബുദ്ധി മണ്ഡലത്തെ, നമ്മുടെ ചിന്താശേഷിയെ ഉയർത്തുന്ന, അതിന് ഗ്രോത്ത് ആയിട്ടുള്ള ഈ 3 മണ്ഡലത്തിലെ ത്രിമാനത്തില് ഹല്ലേലൂയ, ആ ട്രൈയൂണിയൻ ഗോഡ് നമ്മളെ സൃഷ്ടിച്ചപ്പോഴത്തേന് അവൻ ദേഹി, ദേഹം, ആത്മാവ്, ഈ 3 മണ്ഡലത്തിലും കൂടെയാണ് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആദം എന്ന് പറയുന്നത് ഹല്ലേലൂയ ഹെവൻലി ഗോഡ് മൂവ്ഡ് ഇൻ ദ വേൾഡ്. ആ ഹെവൻലി ഗോഡ് ഈ വേൾഡിൽ ജീവിക്കുവാനായിട്ട് ഇറങ്ങി വന്നതാണ് ആദം എന്ന് പറയുന്നത്. മനുഷ്യനെ അവൻ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് അവന്റെ മൂക്കിൽ ശ്വാസം ഊതിക്കൊണ്ട് അവൻ ഈ പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ ഭൂമിയുടെ മുഴുവൻ അധികാരിയാക്കി മാറ്റിയത്. എങ്കിൽ സാത്താൻ വളരെ സൂക്ഷ്മശാലിയും അവൻ വളരെ കണ്ണിങ്ങും കുശാഗ്ര ബുദ്ധിയുമായ സാത്താൻ, ഇവിടെ വചനം പറയുന്നു ജനസിസ് 3:1 മുതൽ 3 വരെയുള്ള വേദഭാഗത്തില്, യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ ജന്തുക്കളെക്കാട്ടിലും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. എന്തൊക്കെ തിന്നാം എന്നല്ല ചോദിക്കുന്നത്, തിന്നരുതെന്ന് പറയുന്ന. ഹല്ലേലൂയ. നമ്മളെ സത്താന്റെ തന്ത്രം ഇതാണ്, നാം തെറ്റിപ്പോകുന്നിടത്തേക്കാണ് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. ആമേൻ. തെറ്റിപ്പോകുന്നിടത്തേക്കാണ് നമ്മുടെ ചിന്താഗതികളെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചോദിക്കുന്ന ചോദ്യം അങ്ങനെ തന്നെയാണ്. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. നോക്ക്, ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ 2 വൃക്ഷങ്ങളെ കുറിച്ച്, 2 തരം വൃക്ഷങ്ങളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ജീവന്റെ വൃക്ഷത്തിന്റെ കാര്യം ഔവ മറന്നേ പോയിരിക്കുന്നു. കാരണം അത് ആദവിനോട് ദൈവം നേരിട്ട് പറഞ്ഞതാണ്. ഔവ അത് കേട്ടില്ല. ജീവന്റെ വൃക്ഷത്തിന്റെ ഫലത്തെക്കുറിച്ച് അവളുടെ മറവിയാണ് സാത്താൻ മുതലെടുത്ത് മാറ്റിയത്. അവൻ ആ തന്ത്രം അവിടെ പ്രയോഗിക്കാൻ കാര്യമാണ്. അങ്ങനെ ദൈവത്തെ പോലെ ആകും. യഥാർത്ഥത്തിൽ ഇവർ ദൈവത്തെ പോലെ ആയിരുന്നു. പക്ഷെങ്കിൽ ആ ജീവവൃക്ഷത്തിൽ നിന്നുള്ള ഫലത്തിൽ നിന്നുള്ള അകൽച്ചയാണ് യഥാർത്ഥത്തിൽ അവരെ കൊണ്ട് ഈ ഒരു ആ ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയിൽ ഇവർ വിശ്വസിക്കാതെ മറന്നുപോയി. ആ ദൈവം ചെയ്ത പ്രവൃത്തി, ദൈവത്തിന്റെ 3 പ്രവൃത്തിയാണ്. ദൈവം സൃഷ്ടിച്ച 3 അല്ലെങ്കിൽ ആകാശം ഭൂമി സകല ചരാചരങ്ങൾ സൃഷ്ടിച്ചെങ്കിൽ ദൈവവുമായിട്ട് ക്ലോസ് ആകുന്ന ഒരു റിലേഷൻഷിപ്പാണ് ജീവന്റെ വൃക്ഷം എന്ന് പറയുന്നത്. ഇന്നും ജനസമൂഹത്തിന് വരുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ജീവന്റെ വൃക്ഷത്തിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി, അത് മറന്നു പോവുക. കാരണം എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ളത് നമ്മൾ ആദ്യത്തെ രീതിയിലുള്ള ആദ്യത്തെ കാറ്റഗറിയിലുള്ള ഫലത്തെ കുറിച്ച് ചിന്തിച്ച് മനുഷ്യൻ അധ്വാനിക്കുന്നു, എഴുന്നേറ്റ് ഓടുന്നു, ജോലിക്ക് പോകുന്നു. അവന് തിന്നാനുള്ളതും ഫലമുള്ളതുമായിട്ടുള്ള വൃക്ഷങ്ങളെ തപ്പി ആഹാരത്തെ പറ്റി ദൈവം യഥാർത്ഥത്തിൽ ഇതെല്ലാം സൃഷ്ടിച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ഫലം മാത്രം കഴിച്ചാൽ മതി, വൃക്ഷങ്ങളുടെ ഫലം മാത്രം കഴിച്ചാൽ മതി, നമ്മുടെ ജീവൻ നിലനിൽക്കുകയും നമ്മൾ ശക്തിപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. ഇപ്പോൾ ഉള്ള ഒരു ഫാസ്റ്റ് ഫുഡിന്റെ ആവശ്യമില്ല. ദൈവം നമുക്ക് വേണ്ട, നമ്മുടെ ഓർഗൻസിന് വേണ്ട, നമ്മുടെ ഹോർമോൺസിന് വേണ്ട മുഴുവൻ കാര്യങ്ങളും, നമ്മുടെ മിനറൽസ്, വൈറ്റമിൻസ് എല്ലാം ദൈവം ഈ വൃക്ഷങ്ങളുടെ അകത്ത് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ഓരോന്നും. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് തിന്നാനും കുടിക്കാനുമുള്ള മുഴുവൻ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടാണ്. അത് ഇന്നുമുണ്ട്. ലോക അവസാനം വരെ അതുണ്ടാകും. ദൈവം അത് ഒരുക്കി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും അതിനുവേണ്ടി അധ്വാനിച്ചു കഴിഞ്ഞാൽ അവൻ ലജ്ജിക്കേണ്ട വരത്തില്ല എന്ന് പറയും. തന്റെ വീട്ടുവളപ്പിൽ ഒരു മാവോ പ്ലാവോ അല്ലെങ്കിൽ എന്ത് തന്നെ വെച്ചു കഴിഞ്ഞാലും ദൈവം അതിനെ വളർത്താൻ മതിയായവന്. നാം എടുത്ത സീഡ് കൊണ്ടിട്ടല്ല അത് വളരുന്നത്, അല്ലെങ്കിൽ ആ മണ്ണ് കൊണ്ടിട്ടല്ല വളരുന്നത്. ആ മണ്ണിന്റെ അകത്ത് ഈ സീഡ് ഇരുന്നിട്ട് മണ്ണിനെ വളക്കൂറാക്കി മാറ്റി അതിന് ബലം കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. അവനാണ് ശക്തിമാനായ സർവ്വ സൃഷ്ടിയായ ദൈവം എന്ന് പറയുന്നത്. ഇവിടെ വചനം പറയുന്നു മനുഷ്യന്റെ ഓട്ടം മുഴുവൻ അതാ. രണ്ടാമത് മനുഷ്യൻ തിന്ന് ഈ രണ്ടാമത് ഡിസ്കസ് ചെയ്ത ഈ ഫലമാണ് നന്മ തിന്മകളെ കുറിച്ചുള്ള ഫലം. ഹല്ലേലൂയ. പലപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നത് ഈ ഫലം തിന്നത് കൊണ്ടാണ് പാപമെന്ന്. അല്ല, ഈ ജീവവൃക്ഷത്തിന്റെ ഫലത്തെ കുറിച്ച് മറന്നുപോയതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ പാപം. അതാണ് അവരെ ആ പാപത്തിലേക്ക് നടത്താനുള്ള റീസൺ. അതിന്റെ അനന്തര ഫലമാണ് ഇന്ന് നമ്മൾക്ക് ആ ജീവിതത്തിൽ കാണുന്ന ഓരോ പ്രവൃത്തിയുടെ അല്ലെങ്കിൽ ഓരോ മോശമായിട്ടുള്ള പ്രവൃത്തിയുടെ രീതി എന്ന് പറയുന്നത്. നാം കൊല ചെയ്യുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ വിചാരം ചെയ്യുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള ദൂഷ്യ പ്രവൃത്തിയൊക്കെ പാപമാണെന്ന് പറയുമ്പോൾ യഥാർത്ഥ
പാപം അതല്ല. ജീവവൃക്ഷത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകാൻ കാര്യം. അങ്ങനെ അകന്നു പോകുന്നതാണ് മരണം എന്ന് പറയുന്നത്. ആ മരണം നമ്മുടെ ശ്വാസം പോകുന്നല്ല. ശ്വാസം പോകുന്നത് പിന്നെയുമാ. ആദം ഏദൻ തോട്ടത്തിൽ നിന്ന് പോയി കഴിഞ്ഞ് 900 വർഷങ്ങൾക്ക് ശേഷമാണ് ആദമിന്റെ ശ്വാസം പോകുന്നത്. എന്നാൽ ആമേൻ, ഹല്ലേലൂയ, ഇവിടെ ആദമിന്റെ ശ്വാസം നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇന്ന് നമ്മൾ 60-80 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ദൈവത്തിൽ നിന്നുള്ള അകൽച്ച കാരണം നമ്മുടെ ശ്വാസം പോകുന്നത് ചിലപ്പോൾ 80 വർഷങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ 90 വർഷമോ 100 വർഷമോ കൊണ്ടായിരിക്കാം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നത്. അപ്പൊ ശ്വാസം പോകുന്നതല്ല യഥാർത്ഥത്തിൽ പാപം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ് യഥാർത്ഥത്തിൽ പാപം എന്ന് പറയുന്നത്. അപ്പോൾ നാം ചിന്തിക്കേണ്ടത് ഈ കാലയളവിൽ ദൈവമക്കളെ, ഈ പാപത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ മടങ്ങി വരാം? ഹല്ലേലൂയ, ആ പ്രയർലെസ് ആയിട്ടുള്ള ലൈഫിൽ നിന്ന് എങ്ങനെ നമുക്ക് മടങ്ങി വരാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ ആ പ്രയർഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സാധാരണ പദ്ധതി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ദൈവം നമ്മളെ വിട്ടുമാറണം. പക്ഷെ ദൈവവചനം പറയുന്നു, ഞാനോ ലോക അവസാനം വരെ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ പദ്ധതി നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുക. അപ്പൊ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചപ്പോൾ യഥാർത്ഥത്തിൽ നന്മ നമ്മൾ കാണുമ്പോൾ തിന്മയായിട്ട് തോന്നുകയും തിന്മ നമ്മൾ കാണുമ്പോൾ അത് നന്മയായിട്ട് തോന്നുകയും ചെയ്യും. അതാണ് ആ വൃക്ഷത്തിന്റെ കുഴപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവമക്കളെ, ഇന്ന് ആ ഏദൻ തോട്ടത്തിൽ സംഭവിച്ച അതേ കാര്യം തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ സംഭവിക്കുക. യഥാർത്ഥത്തിൽ പ്രയർലെസ് ലൈഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ സിൻ, ഇറ്റ് ഈസ് നോട്ട് എ വീക്ക്നെസ്. അതൊരിക്കലും നമ്മുടെ ബലഹീനതയല്ല, അതൊരു പാപമാണ്. ആ പാപത്തിൽ നിന്ന് നമ്മൾ പുറത്തു വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ജീവന്റെ വൃക്ഷത്തിലേക്ക് നമ്മൾ മടങ്ങി വരിക. ജീവന്റെ വൃക്ഷത്തിലേക്ക് യേശു പറഞ്ഞു, ഐ എം ദ ബ്രെഡ് ഓഫ് ദ ലൈഫ്. ഹല്ലേലൂയ, ഞാനാണ് ഹല്ലേലൂയ ജീവന്റെ അപ്പം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ പിതാവിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ മറ്റൊരു മാർഗമില്ല. അപ്പോൾ ജീവനായവന്റെ അടുക്കലേക്ക്, ജീവവൃക്ഷത്തിന്റെ അടുക്കലേക്ക് ദൈവമക്കളെ ഞാനും നിങ്ങളും ഇന്നു മുതൽ കടന്നു വരട്ടെ എന്ന് ദൈവവചനം പറയുന്നത്. നമ്മൾ ദൈവസന്നിധിയിൽ ആ പ്രാർത്ഥന ഇല്ലാത്തൊരു ജീവിതമാണ് നമ്മൾ കഴിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ ദൈവമക്കളെ, ഇപ്പോൾ തന്നെ അടുത്ത സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ പ്രാർത്ഥന ഇല്ലാതെ അത് സാധ്യമല്ല. സ്തോത്രം. ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ, അങ്ങനെയുള്ള ഒരു പാപത്തെ അത് കൺഫ്യൂസ് ചെയ്യുന്നവരുടെ ജീവിതത്തിലാണ് അത്ഭുതം നടക്കുന്നത്. ഹല്ലേലൂയ, ആ ഡെയിലി റിലേഷൻഷിപ്പിൽ എപ്പോഴും നമ്മൾ 24 മണിക്കൂർ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ദശാംശം എന്ന 2 മണിക്കൂർ 40 മിനിറ്റ് വേണ്ട, 1 മണിക്കൂറെങ്കിലും കർത്താവ് ശിഷ്യന്മാരോട് പറയുക, 1 നാഴിക എങ്കിലും നിങ്ങൾക്ക് എന്നോട് കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിവില്ലേ? ദൈവമക്കളെ, ആ ദൈവവചനം പറയുന്നത് അവനോട് കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. എന്നോട് കൂടെ, കർത്താവിനോട് കൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മോട് കൂടെ കർത്താവ് യേശുവും കൂടെയുണ്ട്. എന്തിനാ? പിതാവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ. നോക്ക്, ഇവിടെ ദൈവവചനം മറ്റൊരിടത്ത് പറയുന്നു, 1 ശമൂവേൽ അതിന്റെ 12-ാം അധ്യായം 23-ാമത്തെ വചനത്തില്. 1 ശമൂവേൽ അതിന്റെ 12-ാം അധ്യായം 23-ാമത്തെ വചനം, ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയോട് പാപം ചെയ്യാൻ ഇടവരരുതേ, ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വായിട്ടുള്ള വഴികളെ ഉപദേശിക്കും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തായിരിക്കും? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, സ്വർഗത്തിന് നമ്മളെ കുറിച്ച് ഒരിക്കലും അങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ പറ്റത്തില്ല. കർത്താവെ, നീ എന്നിൽ വെളിപ്പെടണമെന്ന് നമ്മൾ ഇന്നേവരെ പ്രാർത്ഥിച്ചിട്ടില്ല. കർത്താവെ, എനിക്ക് നിന്നെ മുഖാമുഖം കാണണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല. അല്ലെങ്കിൽ കർത്താവെ, എനിക്ക് മോർ വിസ്ഡം, മോർ നോളജ് തരണമേ എന്ന് ആരും പ്രാർത്ഥിച്ചിട്ടില്ല. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവെ, എൻ്റെ വീട്ടിൽ ആഹാരം വേണം, എൻ്റെ വീട്ടിൽ അത് വേണം, എൻ്റെ വീട്ടിൽ എൻ്റെ സാലറി ഇൻക്രീസ് ചെയ്യണം, എനിക്ക് പ്രൊമോഷൻ വേണം, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, മെഡിസിൻ അഡ്മിഷൻ കിട്ടണേ, നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടണമേ, അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണമേ, രോഗസൗഖ്യം കിട്ടണമേ. ദൈവമക്കളെ, നമ്മളൊരു വലിയ ലിസ്റ്റാണ് യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ കൊണ്ട് കൊടുക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഇന്നു മുതൽ, കർത്താവെ, എനിക്ക് മോർ വിസ്ഡം, ഹല്ലേലൂയ, ഐ നീഡ് മോർ വിസ്ഡം, എന്നോട് കൂടെ ഏറ്റു പറഞ്ഞാട്ടെ. കർത്താവ്, ഐ നീഡ് മോർ വിസ്ഡം ലോർഡ്, ഹല്ലേലൂയ, ഐ നീഡ് മോർ നോളജ്, ഹല്ലേലൂയ. അല്ലാത്ത പക്ഷം നമ്മൾ ഒരു അഹങ്കാരത്തിന്റെ ലെവലിലെത്തി മാറും. ഹല്ലേലൂയ. അഹങ്കാരത്തെയാണ് ദൈവം യഥാർത്ഥത്തിൽ വെറുക്കുന്നത് എന്ന് പറയുന്നത്. ഞാൻ എന്ന് പറയുന്ന ഒരു അഹങ്കാരം. ലോകത്തിൽ 7 തരത്തിലുള്ള അഹങ്കാരം നമ്മുടെ ജീവിതത്തിലുണ്ട്. 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ കുലമഹിമ, നമ്മുടെ ആരോഗ്യം, അല്ലെ നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ പ്രാഗൽഭ്യം, നമ്മുടെ സാമ്പത്തികം, ഇതെല്ലാം ഈ ലോകത്തിലുള്ള 7 കാര്യങ്ങൾ നമ്മൾ പ്രൗഢി പിടിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഹല്ലേലൂയ, എന്നിലുള്ളതെല്ലാം ഞാൻ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ചവറെന്നെണ്ണി കർത്താവിനെ എനിക്ക് ലഭിച്ചപ്പോൾ. എന്താ കർത്താവിൽ നിന്ന് നമുക്ക് ലഭിച്ചത്? ക്രിസ്തുവിലൂടെ നമുക്ക് പിതാവിന്റെ അടുക്കലേക്ക് ചെല്ലുവാനായിട്ട്, പിതാവിന്റെ ഡിവൈൻ നേച്ചറിലേക്ക്,
ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ലെറ്റ് us മേക്ക് മാൻ ഇൻ അവർ ഇമേജ്. ഹല്ലേലൂയ. വചനം പറയുന്നു അവന്റെ ഇമേജ് എന്ന് പറയുന്നത് അവന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഹല്ലേലൂയ. അവന്റെ ഡിവൈൻ നേച്ചറാ. എപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഐ ക്യാൻ മാനേജ് ഓൾ തിങ്സ് വിതൗട്ട് ഹിം. ദൈവമേ, നീ ഇല്ലാതെ ഞാൻ എല്ലാ കാര്യവും ഞാൻ തന്നെത്താനെ മാനേജ് ചെയ്തോളാം. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങള്, എൻ്റെ ഓഫീസിലെ കാര്യങ്ങള്, എൻ്റെ ഹോസ്പിറ്റലിലെ കാര്യങ്ങള്, എൻ്റെ ബിസിനസ് കാര്യങ്ങള്, അല്ലെങ്കിൽ എൻ്റെ ടീച്ചിങ് കാര്യങ്ങള്, എൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളെല്ലാം ഞാൻ ഹല്ലേലൂയ വിത്തൗട്ട് യു ഐ വിൽ മാനേജ് ഓൾ തിങ്സ്. ഹല്ലേലൂയ. എന്നാൽ വചനം അങ്ങനെയല്ല പറയുന്നത്. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹല്ലേലൂയ സ്ട്രെങ്തൻ മീ. എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം. അപ്പൊ പ്രയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിയൽ ഹ്യൂമിലിറ്റി. ഇറ്റ് ഇസ് താങ്ക്സ് ഗിവിംഗ്. നമ്മൾ നന്ദിയുള്ളവരായി മാറണം. നമ്മൾ മനുഷ്യനോട്, ഈ കാണുന്ന മനുഷ്യനോട്, ചിലപ്പോൾ മനുഷ്യനെ എടുത്തായിരിക്കും ദൈവം ഉപയോഗിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി. അപ്പോൾ കാണുന്ന മനുഷ്യനോട് നമുക്ക് നന്ദിയില്ലെങ്കിൽ ഈ സ്പിരിറ്റിലുള്ള ദൈവത്തോട് നമ്മൾ എങ്ങനെ നന്ദി പറയാൻ പറ്റും? അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഫസ്റ്റ് യു സീക്ക് ഹിസ് കിങ്ഡം ആൻഡ് റൈച്ചസ്നെസ്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. വി നോ ദ വെരി തിങ്. ഹല്ലേലൂയ. രാജ്യം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ മീറ്റ് ഓർ ഡ്രിങ്ക്, ഇറ്റ് ഇസ് എ പീസ്, ഇറ്റ്സ് എ ഹല്ലേലൂയ റൈച്ചസ്നെസ് ആൻഡ് ഇറ്റ്സ് ജോയ് ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. അത് നീതിയാണ് അവന്റെ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ദ തിങ്സ് ഹല്ലേലൂയ നമ്മൾ നോക്കേണ്ടത് അവന്റെ രാജ്യത്തെ കുറിച്ച്, ഏത് അവന്റെ ജീവവൃക്ഷത്തെ കുറിച്ച്, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നാം ശ്രദ്ധിച്ചാൽ ഹല്ലേലൂയ ദീസ് തിങ്സ് വിൽ ബി ആഡഡ്. ഹല്ലേലൂയ. വാട്ട് യു ഈറ്റ്, വാട്ട് യു ഡ്രിങ്ക്. ഹല്ലേലൂയ. എന്ത് തിന്നും, എന്ത് കുടിക്കും, എവിടെ താമസിക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തലമുറയ്ക്ക് വേണ്ടത്, നിങ്ങളുടെ ജോലി കാര്യത്തെക്കുറിച്ച്, നിങ്ങളുടെ ബിസിനസ് കാര്യത്തെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബ ജീവിതത്തിലെ ആ ഒരു ഐക്യതയെക്കുറിച്ച്, കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ ശുശ്രൂഷ, നമ്മുടെ ശുശ്രൂഷയെ കുറിച്ച് എല്ലാം കർത്താവ് പറയാ ഐ വിൽ ലുക്ക് ആഫ്റ്റർ. ഹല്ലേലൂയ. ഞാനത് നോക്കും. ഹല്ലേലൂയ. എന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ നടന്ന് നിങ്ങൾക്ക് നിഗൂഢമായി അതാ കാര്യങ്ങൾ പറയുന്നത്. നിഗൂഢമായ കാര്യങ്ങൾ ജെറമ്യാവിനോട് പറഞ്ഞതാ. ജെറമ്യാവിനോട് പറയാ നിഗൂഢമായ കാര്യങ്ങള് ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ സ്വന്തം മക്കൾ, നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മക്കളാ അല്ലെ? ഗലാത്യർ 3:26 പറയാണ് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നാം എല്ലാം ദൈവത്തിന്റെ മക്കളാകുന്നു. ആവശ്യങ്ങൾ ചോദിപ്പാനാ അപ്പൻ പറയുന്നത്, പിതാവിനോട് സംസാരിക്കാനാ പറയുന്നത്. ആ പിതാവിനോട് സംസാരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾ നമ്മളോട് സംസാരിച്ചില്ലെങ്കിൽ നമ്മൾക്ക് എത്ര വിഷമം ഉണ്ടാവുമെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. വിദേശത്തായിരിക്കുന്ന മക്കള്, ജോലി സ്ഥലത്തായിരിക്കുന്ന മക്കള്, യാതൊരു ബന്ധവുമില്ല. അപ്പൊ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടേരെ എന്ന് മാത്രം മെസ്സേജ് വരുന്ന ഒരു മകനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മകളാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ചിന്തകളിൽ വരുന്ന വേദനയുടെ 100 ഇരട്ടി അംശമായിരിക്കും സ്വർഗത്തിലെ പിതാവിന്. കാരണം ജീവനുള്ള ഒരു ദൈവത്തെ ദൈവമക്കളെ ഞാനും നിങ്ങൾ സേവിക്കുന്നത്. നമ്മുടെ സംസാരം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികളെല്ലാം അവൻ ഒരേ സമയം കണ്ടുകൊണ്ടിരിക്കുന്നു. നാം എന്തായി തീരും എന്ന്, നാം എന്താണെന്നുള്ളതിനെ കുറിച്ച് ദൈവം ചിന്തിക്കുന്നില്ല. നമ്മൾ എന്താക്കി മാറ്റാം. ഹല്ലേലൂയ. ദൈവിക ഡിവൈൻ നേച്ചർ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ കുഞ്ഞുങ്ങളും. ഹല്ലേലൂയ. കാരണം ഞങ്ങളായിരുന്നത് തകർന്ന കുടുംബ ജീവിതത്തിൽ, തകർച്ച വന്ന് ഡൈവോഴ്സിന്റെ വക്കത്തെത്തിയിരിക്കുന്ന കുടുംബ ജീവിതത്തിൽ നിന്ന് ജീവിതത്തിന്റെ രൂപാന്തരത്തില് ഞങ്ങൾക്ക് ആ ഒരു മാറ്റമുണ്ടായി. ഇന്ന് ദൈവത്തിന്റെ വേല ചെയ്യുമ്പോൾ ആ ഒരു കൂട്ടുകാരെ പോലെ തമ്മിൽ ഒരു ഹൈഡിങ്ങും ഇല്ലാതെ ആ നിർമ്മല മനസ്സാക്ഷിയിൽ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്നതാ. സാത്താൻ വരുമ്പോൾ ഞങ്ങൾ അതിനെ ഒരുമിച്ചാണ് അതിനോട് എതിർക്കുന്നത്, സാത്താന്റെ തന്ത്രങ്ങളെ. അതുകൊണ്ടാണ് ദൈവമക്കളെ നമ്മളെ, നമ്മുടെ കുടുംബത്തെയും യേശുവിന്റെ രക്തം കൊണ്ട് എപ്പോഴും കവർ ചെയ്യണം. അവന്റെ രക്തം എന്ന് പറയുന്നത് അഗ്നി സമാനമായിട്ടുള്ള കാര്യങ്ങളാ. യേശുവിന്റെ രക്തമാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഈ ലോകത്തിൽ നമ്മളെ ജയാളികളാക്കി നടക്കുന്നത്. കർത്താവ് പറഞ്ഞു ഞാൻ ഹല്ലേലൂയ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിൽ കഷ്ടതകളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ജയിച്ചു. എങ്ങനെയാണ് യേശു ജയിച്ചത്? പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ, പിതാവുമായിട്ടുള്ള ആ ഇരിപ്പിൽ. നമ്മൾ യേശുവിനെ കുറിച്ച് നോക്കുമ്പോഴറിയാം അവൻ അതിരാവിലെ എഴുന്നേറ്റു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഉച്ചയ്ക്ക് നോക്കുമ്പോഴും അവന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. വൈകുന്നേരം നോക്കുമ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അതാ കർത്താവ് പറയുന്നത്. മാർത്തയോട് പറയാ, മറിയയോട് പറയാ, അല്ലെങ്കിൽ മാർത്തയോട് പറയാ, നോക്ക്, വൺ തിങ് ഈസ് നെസസറി. അതെന്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് അവൾ വാങ്ങിക്കുക, എന്നിൽ നിന്ന് കേൾക്കുക. നോക്കിയ ദൈവമക്കളെ, ദൈവം നമ്മളോട് സംസാരിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പ്, അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്ന അല്ല പ്രാർത്ഥന. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നതല്ല. നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞതിന് ശേഷം ദൈവത്തിന് എന്നോട് എന്ത് പറയാനുണ്ട്? ഹല്ലേലൂയ. നല്ല ബന്ധമുള്ളവരാണെങ്കിൽ ദൈവം നമ്മുടെ ബുദ്ധിയിൽ തന്നെ സംസാരിക്കും. നമ്മുടെ ആത്മാവിൽ, നമ്മുടെ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. മറ്റുള്ളവരോട് ദൈവം നമ്മളോട് സംസാരിക്കും.
ദൈവദാസന്മാരിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും. ദൈവത്തിന് പല മാർഗങ്ങളുണ്ട് നമ്മളോട് സംസാരിക്കുവാൻ. വസ്തുക്കളോട്, പ്രപഞ്ചത്തിൽ നിന്ന്, സാക്ഷ്യങ്ങളിലൂടെ, അല്ലെങ്കിൽ സാഹചര്യങ്ങളിലൂടെ, അല്ലെങ്കിൽ ദൈവം നമുക്ക് അവസരങ്ങൾ ഒരുക്കി തന്നിട്ട് ദൈവം നമ്മളോട് സംസാരിക്കും. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല എന്ന് ദൈവവചനം പറയുന്നത്. മാർത്തയോട് പറഞ്ഞത് എന്താ? അല്ലെങ്കിൽ ഇവൾ നല്ലത് തെരഞ്ഞെടുത്തു. വൺ തിങ് ഈസ് നെസസറി. നമ്മുടെ ജീവിതത്തിൽ ഒരു മാർത്തയുമുണ്ട്, ഒരു മറിയമുണ്ട്. ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ദൈവവചനം കേൾക്കും, ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ വശംവദരായിട്ട് മാറി നമ്മൾ ദൈവത്തോട് പരാതി പറയും. ദൈവമേ, ഇതെല്ലാം കാണുന്നില്ല. എന്തുകൊണ്ടാണ് പരാതി പറയേണ്ടത് ആവശ്യം വരുന്നതെന്നറിയോ? നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ പോകുന്നത് കൊണ്ട് അവന്റെ ബലം, ഹല്ലേലൂയ, സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ദൈവമൻ ബലവും സങ്കേതവും. ഹല്ലേലൂയ. ഇന്നത്തെ 40-ാമത്തെ സങ്കീർത്തനത്തിലാ അത് എഴുതി വെച്ചിരിക്കുന്ന തുടക്കം. എനിക്കത് വളരെ വളരെ എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നി. സ്തോത്രം. നോക്ക്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞെന്റെ നിലവിളിയെ കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ അവൻ പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കി. ഹല്ലേലൂയ. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന്റെ സ്തുതി തന്നെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് കർത്താവ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അവനുമായിട്ടുള്ള ബന്ധമാണ്. ഹല്ലേലൂയ. ഞാൻ യഹോവയ്ക്കായിട്ട് ഞാൻ കാത്തിരുന്നു. സ്തോത്രം. മക്കളെ, നമ്മുടെ ഇപ്പോഴത്തെ ആ ക്രിസ്ത്യൻ ലൈഫുമായിട്ട് അല്ലെങ്കിൽ ഒന്ന് തിട്ടപ്പെടുത്തി അല്ലെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കാട്ടെ, എത്ര വലിയ ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹല്ലേലൂയ ഗോഡ് ആൻഡ് അസ്. ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ പ്രാർത്ഥന ജീവിതത്തിൽ ഒരു വ്യക്തി ഹല്ലേലൂയ ബലപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറയും ആ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ പോരാളി. ആ വ്യക്തിയാണ് ഈ ലോകത്തെ ജയിച്ച ജയമോ. എന്റെ വിശ്വാസം തന്നെ, എന്റെ വിശ്വാസം എനിക്ക് ഉള്ളിൽ വരുന്നത് എന്റെ പ്രത്യാശയിലൂടെയാണ് എന്റെ വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ പ്രത്യാശ എന്റെ ഉള്ളത്തിൽ, പ്രത്യാശ ഉണ്ടാകുന്നത് ഈ വിശ്വാസം ഉടലെടുക്കുമ്പോഴാണ്. ഹോപ്പ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് എ ഫെയ്ത്ത്. ഹല്ലേലൂയ. ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രസന്റ് പൊസഷൻ ഓഫ് ഗ്രേസ്. ഹല്ലേലൂയ. ഫെയ്ത്ത് ഈസ് ദ പ്രസന്റ് പൊസഷൻ ഓഫ് ഗ്രേസ്. കൃപയുടെ അത്യന്തം പരമായ ആ യഥാർത്ഥ സമയത്തിലുള്ള ഇടപെടലാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. കൃപ നമ്മുടെ മേൽ വീഴുമ്പോൾ, അതാണ് അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ അവൻ 3 വട്ടം പ്രാർത്ഥിച്ചപ്പോഴും ദൈവം പറയുന്നത് എന്റെ കൃപ നിനക്ക് മതി. കാരണം എന്നിലൂടെ വ്യാപരിച്ച കൃപ നിന്റെ മേലിലേക്ക് ഒഴുകുമ്പോൾ നിനക്ക് വിശ്വാസം വ്യാപരിക്കും. ഹല്ലേലൂയ. അവൻ മുന്നോട്ട് പോയി ദൈവ വേല ചെയ്യുവാൻ, ജനത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ അപ്പോസ്തലനെ പ്രാപ്തിയുള്ള വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റിയത് ഈ ഒരു ബന്ധത്തിലൂടെയാണ്. സ്തോത്രം. യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കാതിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഹല്ലേലൂയ. നോ ഡിലൈറ്റ് ഇൻ ഗോഡ്. അവർക്ക് ദൈവത്തിൽ ആനന്ദിക്കാൻ പറ്റത്തില്ല. യോബിന്റെ പുസ്തകത്തിൽ 27:10 പറയാം, അവൻ സർവശക്തനിൽ ആനന്ദിക്കുമോ, എല്ലാ കാലത്തും ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുമോ. വിൽ ഹി ഡിലൈറ്റ് ഹിംസെൽഫ് ഇൻ ദ ഓൾമൈറ്റി, വിൽ ഹി ഓൾവേസ് കോൾ ഓൺ ഗോഡ്. അവൻ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുമോ. ഫിലിപ്പിയർ 4:4 മുതലുള്ള വചനം പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. എന്താ സൗമ്യത എന്ന് പറയുന്നത്? നമ്മൾ വിചാരിക്കുന്ന സൗമ്യത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിലുള്ള താഴ്മ അല്ലെങ്കിൽ മറ്റുള്ളതിലെ പ്രവൃത്തി, അങ്ങനെ ആ ഒരു ഹ്യൂമിലിറ്റിയെ കുറിച്ചല്ല ദൈവമക്കളെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിരുന്ന് ദൈവത്തിന് വിധേയപ്പെടുത്തി കൊടുത്ത് അവന്റെ വചനത്തെ അനുസരിക്കാൻ നമ്മൾ കാണിക്കുന്ന ഉൾപ്രേരണയാണ് യഥാർത്ഥത്തിൽ സൗമ്യത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ വചനത്തിനോട് നമ്മൾ കാണിക്കുന്ന ആഭിമുഖ്യമാണ് യഥാർത്ഥത്തിൽ സൗമ്യത എന്ന് പറയുന്നത്. എന്നാലേ ഉള്ളൂ സകല ബുദ്ധിയും കവിയുന്ന ഒരു സമാധാനം നമ്മുടെ ഉള്ളത്തിൽ വ്യാപരിക്കത്തുള്ളൂ. അതാ 7-ാമത്തെ വചനത്തിൽ പറയാ, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കും. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിങ്കൽ കാക്കും. വി നീഡ് പ്രൊട്ടക്ഷൻ. ഇറ്റ് ഇസ് നോട്ട് എ മിറക്കിൾ, ഇറ്റ് ഈസ് എ സറണ്ടർ ബിഫോർ ഹിം. ഹല്ലേലൂയ. അവന്റെ സന്നിധിയിൽ സറണ്ടർ ചെയ്യുന്ന, സമർപ്പിച്ചു കൊടുക്കുന്നത്. ഹല്ലേലൂയ. ആ കർത്താവിലുള്ള സന്തോഷം. അപ്പൊ പ്രാർത്ഥന ഇല്ലാത്തൊരു വ്യക്തിക്ക് കർത്താവിൽ ഹല്ലേലൂയ സന്തോഷിക്കാൻ പറ്റത്തില്ല. ആ വ്യക്തി എപ്പോഴും നിലവിളിച്ചുകൊണ്ടേ നടക്കും, എപ്പോഴും വേവലാതിപ്പെടും, മറ്റുള്ളവരോട് കംപ്ലൈന്റ് പറയും, അവസരം എനിക്ക് കിട്ടുന്നില്ല, ബോസ് എന്നോട് കൺസിഡർ ചെയ്യുന്നില്ല, ബോസ് എന്നോട് ഇടപെടുന്നില്ല, അല്ലെങ്കിൽ ബോസ് എന്നെ കാണുന്നില്ല, എന്റെ ജീവിത പങ്കാളി എന്റെ കഷ്ടതകൾ അറിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പരാതി പറയേണ്ടതായിട്ട് വരുന്നതെന്നറിയാവോ? യഥാർത്ഥത്തിൽ ആ പ്രാർത്ഥന ബന്ധമില്ലാത്തത് കൊണ്ടാണ്. സ്തോത്രം. 2ാമത് പറയുന്നത് നോ നോളജ് ഓഫ് ഗോഡ്.
പ്രാർത്ഥന ഇല്ലാത്തൊരു വ്യക്തിക്ക് ഹല്ലേലൂയ തിരിച്ചറിവ് ഉണ്ടാകത്തില്ല. ഓശയ്യയോട് പറയാ, ഓശയ്യയുടെ 4:6 പറയാ, പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് എന്റെ ജനം നശിച്ചു പോകുന്നു. ആ കണ്ടിന്യൂഷൻ പറയാണ്, പരിജ്ഞാനത്തെ അവർ ത്യജിക്കുന്നത് കൊണ്ട്, പരിജ്ഞാനത്തെ ത്യജിക്കുന്നത് കൊണ്ട്. ഓശയോട് ദൈവം പറയാം, അവനൊരു പ്രവാചകനായിരുന്നു, പ്രവാചകനോട് പറയാ, ഈ ഒരു വേശ്യയെ പോയി വിവാഹം കഴിക്കുക. ആ വേശ്യയുടെ അതൊക്കെ എത്ര വലിയൊരു ത്യാഗമാണ് അപ്പൊ ആ പ്രവാചകൻ അവിടെ ചെയ്യുന്നത്. ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടിട്ട് അനുസരണത്തോടുകൂടെ, അതാണ് സറണ്ടറിങ് എന്ന് പറയുന്നത്, അതാണ് യഥാർത്ഥത്തിൽ ആ സമർപ്പണം എന്ന് പറയുന്നത്. പോയി വിവാഹം കഴിക്കുമ്പോൾ വീണ്ടും അവള് അവിടുന്ന് പിന്നെയും പിന്മാറ്റത്തിൽ പോയി വീണ്ടും അവള് ആ പഴയ കൂട്ടത്തിലേക്ക് പോവുക. ഇസ്രായേൽ മക്കൾ പറഞ്ഞതുപോലെ, ഞങ്ങൾ പണ്ടായിരിക്കുന്നിടത്ത് മതിയായിരുന്നു, അവിടെ ആയിരുന്നെങ്കിൽ ചില ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചേനെ. ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെയാ ദൈവമക്കളെ, ചില നന്മകൾ നമ്മുടെ ജീവിതത്തിൽ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ, ആ 11 ദിവസം കൊണ്ട് ഇസ്രായേൽ മക്കൾ ഇസ്രായേലിലേക്ക് കറണ്ടായിട്ട് വന്നെങ്കിൽ, ആ 40 വർഷം എടുത്തെങ്കിൽ നമ്മളും ഇങ്ങനെയാണ്. അടുത്ത് വരുമ്പോഴത്തേനും നമ്മുടെ പരാതിയും പിറുപിറുപ്പും എല്ലാം കാരണം വീണ്ടും അത് എക്സ്റ്റൻഷൻ ആയി പോവുക, അത് നീണ്ടങ്ങ് പോവുക. നമ്മൾ ദൈവസന്നിധിയിൽ ചില അത്ഭുതങ്ങൾ കാണും, ഉടനെ തന്നെ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും സ്തോത്രം ചെയ്യുകയും നമ്മളെല്ലാം ചെയ്യുകയും ചെയ്യും. പക്ഷെങ്കിൽ അടുത്തൊരു പ്രശ്നം വരുമ്പോൾ വീണ്ടും നമ്മൾ പുറകോട്ട് പോയി ആദ്യം പറയുന്നത് ഈ സാത്താൻ നമ്മുടെ ബുദ്ധിയിൽ ഇടുന്ന, കാരണം നമ്മൾ ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് അകന്നു നിന്ന് കഴിഞ്ഞാൽ സാത്താൻ ഇടുന്നത് നന്മ തിന്മയായിട്ടും തിന്മ നന്മയായിട്ടുമുള്ള ചിന്താഗതിയാണ് അവൻ നമ്മുടെ ഉള്ളത്തിലേക്ക് നിറയ്ക്കുന്നത്. അതുകൊണ്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിന് നമുക്ക് തോന്നും, അയ്യോ പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റവും ഇല്ലല്ലോ, പ്രാർത്ഥിച്ചിട്ട് എന്നാ നടക്കാത്തത്. യഥാർത്ഥത്തിൽ സംഭവം നമ്മുടെ ബിഹൈൻഡ്, നമ്മുടെ അടുക്കൽ വന്ന് നിൽക്കുക, നമ്മുടെ സൈഡ്, നമ്മുടെ അടുക്കൽ വന്ന് നിൽക്കുക. പക്ഷെ അത് കാണണമെങ്കിൽ ദൈവമക്കളെ നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇവണ്ണം എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1:14 പറയുന്നത്, എൻലൈറ്റഡ് അവർ ഇന്നർ ഐസ്. ഹല്ലേലൂയ, നമ്മുടെ ഉൾക്കണ്ണ് തുറക്കപ്പെടട്ടെ, നമ്മുടെ ഉൾക്കണ്ണ് തുറക്കപ്പെടട്ടെ. നമ്മുടെ കാഴ്ച ശക്തി, ആ സ്പിരിച്വലുള്ള ദൈവത്തെ കാണുവാനായിട്ടുള്ള, സ്പിരിച്വൽ റിലത്തിലുള്ള ദൈവവുമായിട്ടുള്ള ബന്ധപ്പെടുവാൻ, അത് നമുക്ക് ലഭിക്കുന്നത് ഈ പറഞ്ഞ ജീവന്റെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം ഭക്ഷിക്കുമ്പോഴാണ്. ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഞാൻ പറയാം, ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കുമെങ്കിൽ എന്ത് തിന്നുന്നതിനെ കുറിച്ചോ എന്ത് കുടിക്കുന്നതിനെ കുറിച്ചോ ഒന്നും നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം കർത്താവ് ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്ന് അവൻ അനുഗ്രഹം പകരുകയില്ലയോ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, സങ്കീർത്തനത്തിൽ 14:4 പറയാ, നീതികേട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലല്ലോ, അപ്പം തിന്നുന്നത് പോലെ അവർ എന്റെ ജനത്തെ തിന്നു കളയുന്നു. അത്ര ലാഘവത്തോടുകൂടെ സാത്താൻ നമ്മളെ തിന്നു കളയുവാനായിട്ട് ഇടയാകുന്നു. കാരണം യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. ഹാവ് ഓൾ ദ വർക്കേഴ്സ് ഓഫ് ഇനിക്വിറ്റി നോ നോളജ് ഹു ഈറ്റ് അപ്പ് മൈ പീപ്പിൾ ആസ് ദേ ഈറ്റ് ബ്രെഡ് ആൻഡ് ഡു നോട്ട് കോൾ ഓൺ ദ ലോർഡ് സിൻ ആൻഡ് ഇക്വിറ്റി. സിൻ എന്ന് പറയുന്നത്, പാപം എന്ന് പറയുന്നത് ഈ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന, ദൈവമായിട്ട് ബന്ധമില്ലാതെ ഉള്ളത്, ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാൻ പറ്റാത്തതാണ് പാപം. പാപം നമ്മുടെ അകത്ത്, ഹല്ലേലൂയ, പാപം വന്ന് കയറി കഴിയുമ്പോൾ നമ്മുടെ അകത്തൊരു അപകർഷതാബോധം ഉണ്ടാകും. അവിടെ നമ്മുടെ നഗ്നത വെളിപ്പെടും. അതുകൊണ്ടാണ് ഏദൻ തോട്ടത്തില് യഥാർത്ഥത്തിൽ ആദമോ ഹവ്വയ്ക്കും ഹല്ലേലൂയ ദൈവം ഒരു യാഗം കഴിച്ചിട്ട് അവരുടെ നഗ്നത മറച്ചു കൊടുക്കേണ്ട കാര്യം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഇവണ്ണം പറയുന്നു. അതേ കാര്യം തന്നെ റോമർക്ക് എഴുതിയ ലേഖനത്തിലും പറയുന്നു. ഹല്ലേലൂയ, റോമർ 4:8-9 പറയാ, അധർമ്മം 7:8 പറയുന്നു, അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. പാപം മോചിച്ചെന്നല്ല, പാപം മറച്ചു കിട്ടിയവർ ഭാഗ്യവാന്മാർ. അപ്പൊ പാപം മറയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്താണ് പാപം? യേശുക്രിസ്തുവിലുള്ള ജീവന്റെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം കഴിക്കാതിരിക്കുന്നത്, ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് നമ്മൾ ഇത്രയും നാളും അകന്നിരിക്കുന്നത്. ഒരു കുഞ്ഞ് ജനറ്റിക്കലി അവൻ പാപി എന്ന് പറയുന്നതിന്റെ കാര്യം, അവന് വിശ്വാസം വരുന്ന നാള് വരെ അവൻ യേശുവിനെ കുറിച്ച് അറിയുന്നില്ല. എന്തുകൊണ്ടാ? ഒരു മുതിർന്ന വ്യക്തി ആ കുഞ്ഞിന് വേണ്ടിയിട്ട് മാമോദിസ സമയത്ത് ഏറ്റുപറയുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ്? ഈ കുഞ്ഞ് വളരുന്ന ഓരോ നിമിഷവും ഞാൻ ഇവനോട് ജീവന്റെ വൃക്ഷത്തെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചു കൊള്ളാം, അവന് ബോധ്യം വരുത്തി കൊള്ളാം എന്നുള്ളൊരു ആ കൺഫെഷൻ അവിടെ യഥാർത്ഥത്തിൽ ആ കമാൻഡ്മെന്റ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആ ഒരു കാര്യം, ഒരു തീരുമാനമാണ് യഥാർത്ഥത്തിൽ അവിടെ എടുക്കുന്നത്. ഒരു കവനന്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷെ ആ കവനന്റിൽ നിന്ന് ഈ ഓത്ത് ചെയ്ത പാർട്ടി തെന്നിപ്പോകുന്നു. ഈ കുഞ്ഞ് അറിവില്ലായ്മയിൽ വളർന്നു വരിക. അവൻ എവിടം വരെ, ഏത് പ്രായം വരെ അവന് ഈ ജീവന്റെ വൃക്ഷത്തെ കുറിച്ച് അറിയാൻ പറ്റുന്നില്ലോ, അതുവരെ അവൻ അവൻ പാപിയായി മാറുക. എന്നാൽ അവനിൽ പാപം നിൽക്കുമ്പോൾ അവൻ പാപത്തിന്റെ അനന്തരഫലവും അവനിൽ നിന്ന് പുറപ്പെടും. ചില വ്യക്തികൾ പറയാറുണ്ട്, അയ്യോ ഞാൻ പാപിയൊന്നുമില്ല, ഞാൻ ആരും ഉപദ്രവിച്ചിട്ടില്ല. ദൈവമക്കളെ, യേശുവിൽ വിശ്വസിക്കാത്ത, ജീവന്റെ വൃക്ഷത്തിൽ വിശ്വസിക്കാത്തതാണ് ഇന്നും ജനത്തിന്റെ പാപം എന്ന് പറയുന്നത്. ദൈവം ഒരു പ്രവൃത്തി ചെയ്തു. എവിടെ? ഏദൻ തോട്ടത്തിൽ ഒരു ജീവന്റെ വൃക്ഷം വെച്ചു.
രണ്ടാമത്തെ ആദം, ഒടുക്കത്തെ ആദം വീണ്ടും ഒരു പ്രവൃത്തി ചെയ്തു. എവിടെ? ക്രൂശിൽ. ആ പ്രവൃത്തിയും വിശ്വസിക്കുന്നില്ല, ആദ്യത്തെ പ്രവൃത്തിയും വിശ്വസിക്കുന്നില്ല. പാപം എന്ന് പറയുന്നത് അതാ. എങ്കിൽ ഞാനും നിങ്ങളും എന്ന് യേശു കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ അവൻ നമ്മുടെ പാപത്തെ മറയ്ക്കും. ഹല്ലേലൂയ! പാപത്തെ മറയ്ക്കും. കാരണം ആ അന്നാളിലെ അവിശ്വാസത്തെ നീക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് മറച്ചു കഴിയുമ്പോൾ നാം ക്രിസ്തുവിനെ കാണാൻ തുടങ്ങും, ജീവന്റെ വൃക്ഷത്തെ കാണാൻ തുടങ്ങും, ജീവനുള്ള ദൈവത്തെ കാണാൻ തുടങ്ങും. ദൈവവചനം അതാണ്. യോഹന്നാൻ സുവിശേഷം 6:63 പറയാണ്, ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല, നമ്മളെ ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. എന്റെ വചനം അത് ജീവനും ആത്മാവുമാകുന്നു. എന്റെ വചനം, എന്നിൽ നിന്ന് പുറപ്പെട്ട വചനം. യേശുവിനെ സാത്താൻ പരീക്ഷിക്കാൻ വരുമ്പോൾ പറയുന്നു, ഹല്ലേലൂയ, സാത്താൻ അറിയാം 40 ദിവസം അവൻ ഉപവാസത്തിൽ ഇരുന്ന് അവൻ ആദ്യം സംഭവിക്കുന്ന കാര്യങ്ങള് വിശപ്പ. അപ്പോൾ അപ്പത്തെ സൃഷ്ടിക്കാൻ പറയുമ്പോഴത്തേന് അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് യേശു പറയുകയാണ്, ഹല്ലേലൂയ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കും. ഹല്ലേലൂയ! ആ വചനം നമുക്ക് ജീവനും ചൈതന്യവും നൽകുന്നു. നമ്മുടെ മജ്ജയ്ക്കകത്തുള്ള മാംസത്തിന്റെ അകത്ത് സയൻസ് പ്രൂവ് ചെയ്തിരിക്കുക സൗണ്ടിലൂടെ. ആ സൗണ്ട് ടെക്നോളജി ഇന്ന് അനേക രോഗത്തിനും ഹീലിംഗ്. നിന്റെ വചനത്തെ നീ പ്രസ്താവിക്കുക, നിന്റെ വചനത്തെ പുറത്തേക്ക് ഇടുക. നിന്റെ ഭവനത്തിൽ അയ്യോ പൊത്തൊന്നുള്ള നിലവിളിയല്ല വേണ്ടത്, കുഞ്ഞുങ്ങളെ നോക്കി പ്രാഗിയോ അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെടുകയോ അല്ല വേണ്ടത്. നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുക, അവരോടൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, വചനത്തെ അവരുടെ മേളിലേക്ക് അയക്കുക. ഹല്ലേലൂയ! ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും പെയ്ത് അത് ഭൂമിയിൽ ബലം കൊടുക്കുന്നെങ്കിൽ എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം അത് ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല എന്ന് ദൈവവചനം പറയുന്നു. അത് ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല. അപ്പോൾ ദൈവമക്കളെ, ദൈവവചനം ഹല്ലേലൂയ ഒരു വ്യക്തി ഹല്ലേലൂയ അവന്റെ ജീവിതത്തിലേക്ക് എറിയുക. അപ്പോൾ ശത്രു ഇവിടെ നമ്മളെ തിന്നു കളയുന്നത്, അപ്പം തിന്നുന്നത് പോലെ അവൻ തിന്നു കളയുന്നത് ഹല്ലേലൂയ നമുക്ക് പിതാവായ ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു അവസ്ഥയാണ്. യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് കടന്നില്ല. മൂന്നാമത്തെ കാര്യം, ടേൺ അവേ ഫ്രം ഗോഡ്. സഫനിയ 1:6 പറയുന്നു, അവൻ യഹോവയെ വിട്ട് പിന്മാറുന്നത് കൊണ്ട്, പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ട്, അവനെ അന്വേഷിക്കാത്തത് കൊണ്ട് അവൻ ഛേദിക്കപ്പെട്ടു പോകും. തന്റെ ജനത്തിൽ നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു പോകും. ഡേഞ്ചറസ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഞാൻ പറയാം. പ്രാർത്ഥന ഇല്ലാത്തൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്ന്, നോ കൗൺസിൽ, ഹല്ലേലൂയ, അഡ്വൈസ് ഉണ്ടാകത്തില്ല. ദൈവത്തിൽ നിന്ന് ഒരു ആലോചനയും ആ വ്യക്തിക്ക് കിട്ടത്തില്ല. സാഹചര്യങ്ങൾ എങ്ങനെ അതിജീവിക്കണം എന്നുള്ള അഡ്വൈസ് ദൈവത്തിൽ നിന്ന് മുൻ കാണുന്ന അല്ലെങ്കിൽ മുമ്പേ കാണുന്ന ദൈവത്തിൽ നിന്ന് ഒരിക്കലും നമുക്കത് ലഭിക്കുകയില്ല. കാരണം അവന് പ്രാർത്ഥന ഇല്ലാതെ വരുന്നുണ്ട്. നോ ലൈറ്റ്. നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം ഉണ്ടാകത്തില്ല. കാരണം വചനം പറയുന്നു, അവനിൽ ജീവനുണ്ട്, ജീവൻ മനുഷ്യരുടെ വെളിച്ചമാകുന്നു. വെളിച്ചം ഇരുളിനെ പ്രകാശിച്ചു, ഇരുളോ അതിനെ കീഴടക്കിയില്ല. നമ്മുടെ ഒരു ഇരുട്ടിനെയും കീഴടക്കാൻ ഹല്ലേലൂയ അതിനെ ആ ഇരുട്ടിന് ഒരു കാരണവശാലും ഈ വെളിച്ചത്തെ കീഴടക്കാൻ പറ്റത്തില്ല. വെളിച്ചമാകുന്ന യേശുവിനെ, അതായത് യേശുവിന്റെ വെളിച്ചം നമ്മളിലേക്ക് അടിച്ചാൽ നമ്മുടെ ഇരുട്ട് മാറിപ്പോവും. രോഗമാകുന്ന ഇരുട്ട്, ശാപമാകുന്ന ഇരുട്ട്, തകർച്ചയാകുന്ന ഇരുട്ട്, ദാരിദ്ര്യമാകുന്ന ഇരുട്ട്, കുടുംബ വിഷയമാകുന്ന ഇരുട്ട്, കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ആ വിള്ളൽ വരുന്ന ഇരുട്ട്, അങ്ങനെ അനേക ഇരുട്ടിന്. 3, നോ പ്രൊട്ടക്ഷൻ. ഹല്ലേലൂയ, നോ കൗൺസിൽ, നോ ലൈറ്റ്, നോ പ്രൊട്ടക്ഷൻ. ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നമുക്കുണ്ടാകത്തില്ല. കാരണം ദൈവവചനം നമ്മൾ സങ്കീർത്തനം വായിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ പ്രാർത്ഥന സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മുടെ ഈ ദേഹി എന്ന് പറയുന്നത്, നമ്മുടെ ഭൗമിക അല്ലെങ്കിൽ ആ ആത്മീയ മണ്ഡലത്തിലേക്ക് നമ്മുടെ ഈ ദേഹി പ്രവേശിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ചിന്താഗതി പ്രവേശിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ദൈവമക്കളെ അതിൽ നിന്ന് ബലം നമ്മളിലേക്ക് വ്യാപരിക്കത്തില്ല. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നമുക്ക് ഈ സങ്കീർത്തനം 91 നമുക്ക് കാണാപ്പാടാം അല്ലെ. അത്യുന്നതന്റെ മറവിൽ വസിക്കും, സർവശക്തന്റെ നേരിൽ പാർക്കുകയും ചെയ്യുന്ന യഹോവയെ കുറിച്ച് അവന്റെ സംഗീതം കോട്ടയം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് വെള്ളം പോലെ പ്രാർത്ഥിച്ച് അങ്ങ് പോകുന്ന ഒരു അവസ്ഥയല്ല. ഇത് നമ്മുടെ ഉള്ളിൽ കാണണം, നമ്മുടെ ദേഹിയിൽ കാണണം. അത് കാണാത്ത വണ്ണം നമ്മുടെ ഭാരം കൊണ്ട് നിറച്ചിട്ടാണ് നമ്മുടെ പ്രാർത്ഥന പായിൽ കൊണ്ടുവന്നിരുത്തുന്നത്. അതല്ല വേണ്ടത്. നമ്മൾ ദൈവത്തിൽ സന്തോഷിച്ചുകൊണ്ട് വേണം, കർത്താവേ ഇതുവരെ നീ എന്റെ ജീവിതത്തിൽ തന്ന നന്മകൾക്കായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് വേണം. ഹല്ലേലൂയ, യഥാർത്ഥത്തിൽ പ്രാർത്ഥന, പ്രയർ ഇസ് നോട്ട് എ ലിസ്റ്റ്, ഇറ്റ് ഈസ് എ താങ്ക്സ് ഗിവിംഗ്. ഹല്ലേലൂയ, അത് നന്ദി പറയുന്നതായി മാറണം. 4, നോ പ്രിസർവേഷൻ. നമുക്ക് വേണ്ട കരുതല് ഹല്ലേലൂയ അവനിൽ നിന്ന് കിട്ടാതെ വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ആ പ്രിസർവ് ചെയ്യുക, നമ്മളെ സൂക്ഷിച്ചു വെക്കുക, നമ്മളെ കേടുകൂടാതെ
സൂക്ഷിച്ചു വെക്കുന്ന ആ കരുതല്. അതുകൊണ്ട് നമ്മളെ തെരഞ്ഞെടുത്തത് അവന്റെ സന്നിധിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. എങ്ങനെ വിശുദ്ധരും നിഷ്കളങ്കരുമായിട്ട്. അപ്പോൾ നാം അത് ആകുന്നു എന്നുള്ള ചിന്ത നമുക്ക് വേണ്ട. നാം ആകുവാൻ കർത്താവേ, ഐ നീഡ് യുവർ പ്രസൻസ്, ഐ നീഡ് യുവർ അതോറിറ്റി, ഐ നീഡ് യുവർ പവർ. അതുകൊണ്ട് സോ യു ടുക്ക് ആൻ അതോറിറ്റി ടു ട്രാമ്പിൾ അപ്പോൺ സർപ്പന്റ് ആൻഡ് സ്കോർപ്പിയൻ ആൻഡ് ഓൾ ദ പവർ ഓഫ് ദ എനിമി, നത്തിങ് ഷാൽ എഗെയിൻസ്റ്റ് അസ് എന്ന് ദൈവവചനം പറയുമ്പോൾ അധികാരം നമ്മുടെ മേൽ തന്നെ നൽകപ്പെട്ടിരിക്കുക. ഒരു അലസമായ ക്രിസ്ത്യൻ ജീവിതം നയിക്കാനല്ല. ഇത് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരു ബെഞ്ച് ക്രിസ്ത്യാനിയായിട്ട് പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ബലത്തിന് വേണ്ടിയിട്ട് എന്താ പറയാ, നമ്മൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ളതിനെ കുറിച്ച് അധ്വാനിച്ചു കഴിഞ്ഞാൽ അത് ലഭിക്കും. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കത്തില്ല. നോ കൗൺസിൽ, നോ ലൈറ്റ്, നോ പ്രൊട്ടക്ഷൻ, നോ പ്രിസർവേഷൻ, നോ ഫോർഗീവ്നെസ്. നോക്ക്, നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഫോർഗീവ്നെസ് കിട്ടത്തില്ല. ഹല്ലേലൂയ. ക്ഷമ കിട്ടത്തില്ല. നോ ബ്ലെസ്സിങ്, അനുഗ്രഹവും കിട്ടത്തില്ല. ദൈവമക്കളെ, അനേക വ്യക്തികൾ സാമ്പത്തികമായിട്ട് ഉയർച്ചയുണ്ട്, പക്ഷെങ്കിൽ തകർന്ന കുടുംബജീവിതം, തകർന്ന ശരീരത്തിന്റെ അവസ്ഥ, തകർന്ന കുടുംബജീവിതത്തിന്റെ പശ്ചാത്തലം, തകർന്ന ബന്ധങ്ങൾ, ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാകത്തില്ല. യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലെ പൊസിഷൻസ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഇയ്യോബിന്റെ ലേഖനം, അത് വീട്ടിൽ ഇയ്യോബിന്റെ പുസ്തകത്തില് അതിന്റെ 28 അധ്യായത്തിലെ 7 മുതൽ 11 വരെയുള്ള വേദഭാഗം നിങ്ങൾ ഭവനത്തിൽ പോയി വായിച്ചാൽ അത് മനസ്സിലാക്കിയാൽ മതി. അവിടെ പറയുന്നത്, ഈ സാത്താന് നമ്മുടെ മേൽ കാഴ്ച ലഭിക്കത്തില്ല, സാത്താന് നമ്മുടെ മേൽ പ്രവർത്തിക്കാൻ അവസരമില്ല, ദുഷ്ടന് നമ്മുടെ മേൽ യാതൊരു രീതിയിലുള്ള പ്രവർത്തന മേഖലയും ഇല്ലാത്ത വണ്ണം നമ്മളെ താഴോട്ട് കുറെ നല്ല കാര്യങ്ങളുണ്ട്. അതായത് പാറയുടെ ഇടക്കിൽ കൂടി നമുക്ക് സ്ട്രീംസിനെ ഒരുക്കും, വസ്തുക്കളെ കാണിക്കും, നീരൊഴുക്കുകളെല്ലാം ഒരുക്കിക്കൊണ്ട് വരുന്ന ഒരു ദൈവശക്തി നമ്മളിൽ വ്യാപരിക്കാൻ തുടങ്ങും. നിങ്ങള് പ്രോവേർബ്സ് 8ാം അധ്യായം 17 മുതൽ വായിക്കുമ്പോഴത്തേന്, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. പക്ഷെ അതിന്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷനും തമിഴ് ട്രാൻസ്ലേഷനും എഴുതിയിരിക്കുന്നത്, അധികാലയിലെ എന്നെ അന്വേഷിക്കുന്നവർക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. എന്റെ കയ്യിൽ ഗുപ്ത നിധികളുണ്ട്, അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്ന നിധികളുണ്ട്, സമ്പാദ്യങ്ങളുണ്ട്, ഞാൻ അവർക്ക് അതിനെ പകർന്നു കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നന്മകൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇന്ന് മുതൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുക. എന്ന് മാത്രമല്ല, ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അവർ അത്യുന്നതന്റെ മറവിലിരുന്ന് പ്രാർത്ഥിക്കുകയും സർവശക്തന്റെ നിഴലിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി വചനം പറയുകയാണ്, നമ്മുടെ പ്രാർത്ഥന യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ തീരുമാനങ്ങളെ മാറ്റും. ഉൽപ്പത്തി പുസ്തകത്തിൽ 20ാം അധ്യായത്തില് അബ്രഹാം അബീമേലെക്കിന്റെ ഭവനത്തിലേക്ക് തന്റെ ജീവിത പങ്കാളി കയറി പോവാനായിട്ട് ഇടയായി മാറി. അങ്ങനെ അബ്രഹാമിന്റെ ആ ഒരു പ്രവൃത്തി ദൈവം അവനൊരു പ്രവാചകൻ എന്ന അബീമേലെക്കിന് വെളിപ്പാട് കൊടുത്തിട്ട് അവന്റെ ഭവനത്തിലെ ഗർഭപാത്രം അടയ്ക്കുകയും അവന് രോഗത്തിന്റെ ശയ്യയിലേക്ക് മാറ്റപ്പെട്ടെങ്കിൽ, വചനം അതിന്റെ 17ാമത്തെ 17 വേഴ്സിൽ എഴുതിയിരിക്കുകയാണ്, അബ്രഹാം അബീമേലെക്കിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടിട്ട് ആ വ്യക്തിയുടെ, അതായത് നിന്റെ പ്രാർത്ഥന വേറൊരു വ്യക്തിയെ വിടുവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആ ജീവനോടെയുള്ള പ്രാർത്ഥന, ഭക്തിയോടുള്ള പ്രാർത്ഥന കൂട്ടുകാരന് സൗഖ്യത്തെ കൊണ്ടുവരും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ പ്രാർത്ഥന പ്രയർലെസ് ലൈഫ്, ഇറ്റ് ഇസ് എ സിൻ. ഹല്ലേലൂയ. അതൊരു പാപമാണ്. ദൈവമക്കളെ, ഇന്ന് നമ്മളെ ആ ഒരു പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവനിലേക്ക് ഒന്ന് അടുപ്പിക്കുന്ന ഒരു സാഹചര്യമായി മാറട്ടെ. അതുകൊണ്ടാണ് ജെറമ്യ 33:3 പറയുന്നു, എന്നെ വിളിച്ച് അപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരം അരുളും, നീ അറിയാത്ത മഹത്തരവുമായിട്ടുള്ള അഗോചരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കും. Call to me and I will answer you and show you great and mighty things which you do not know. Amen. Hallelujah. Secret prayer of Most High, only there's a deliverance. Hallelujah. പ്രയർ ചേഞ്ചസ് യുവർ പ്ലാൻ. നമുക്ക് യഥാർത്ഥ വഴികളെ കാണിച്ചിട്ടുണ്ട്. കർത്താവ് പറയുന്നത്, നിങ്ങളുടെ അറയിൽ കടന്ന്, കർത്താവേ എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുറിയും കൂടെ കർത്താവ് ഒരുക്കി തരും. ഹല്ലേലൂയ. നീ അവനോട് സംസാരിക്കുക, അവനോട് ചോദിക്കുക, എന്റെ അപ്പൻ, സ്വർഗത്തിലെ അപ്പൻ ഇതെല്ലാം ശരിയാക്കി തരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ ആ പ്രാർത്ഥന ലൈഫ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകട്ടെ. ദൈവമക്കളെ, ആ പ്രാർത്ഥന നമുക്ക് ലോഞ്ചിവിറ്റിയെ കൊണ്ടുവരും. ഹല്ലേലൂയ. മടങ്ങി വന്നാട്ടെ. ഇൻക്രീസ് യുവർ പ്രയർ ലൈഫ്. ഹല്ലേലൂയ. നിങ്ങളുടെ ആ പ്രാർത്ഥന ലൈഫ്, ആ എഗെയിൻസ്റ്റ് സിൻ, ഹല്ലേലൂയ, വേൾഡിലേക്കും അല്ലെങ്കിൽ സാത്താനും എതിരായിട്ടുള്ള ആയുധമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ഒന്ന് അടച്ചാട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു പോവാ. ഇന്ന് വചനം കേട്ട് വെറും കൈയോടെ അയ്യോ നല്ലൊരു മെസ്സേജ് ആയിരുന്നു എന്ന് പറഞ്ഞ് പോകാനല്ല ദൈവമക്കളെ കൊണ്ടിരുത്തിയത്. കർത്താവിന്റെ ആത്മാവ് നമ്മളെ അവന്റെ വചനം കേൾപ്പാൻ ഇരുത്തിയെങ്കിൽ ആ നല്ല അംശം തിരഞ്ഞെടുക്കുക, നല്ല അംശം സ്വീകരിക്കുക. സ്തോത്രം കർത്താവ്. താങ്ക് യു ജീസസ്. നന്ദി കർത്താവ്. എല്ലാവരും വായ തുറന്ന് കർത്താവിനോട് നന്ദി പറഞ്ഞാട്ടെ. കരങ്ങളെ ഉയർത്തേണ്ടവർക്ക് കരങ്ങളെ ഉയർത്താം. മുഴങ്കാൽ നിൽക്കേണ്ടവർക്ക്
മുടന്തവർക്ക് മുഴങ്കാൽ നിൽക്കാം. ഇന്ന് രോഗികളായിട്ട് വന്നവർ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ആ രോഗമുള്ളത് ആ ഭാഗത്ത് കരം വെച്ചോണ്ട് മറുകരം സ്വർഗത്തിലേക്ക് ഉയർത്തുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആണിപ്പഴുള്ള കരം നിന്റെ കരത്തിൽ വന്ന് തൊട്ട് നിനക്ക് വിടുതൽ നൽകും. കാരണം അത് ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അമേരിക്കയിൽ വിടുതൽ നൽകുന്ന കർത്താവ്, ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഇന്ത്യയിൽ വിടുതൽ നൽകുന്ന കർത്താവാ. കാരണം ഭൂമി അവന്റെ കയ്യിലാ. ഹാലലിയ ഭൂമി അവന്റെ പാദപീഠമാ. ഹാലലിയ സ്വർഗത്തിൽ അവൻ ഇരിക്കുമ്പോൾ ഹാലലിയ അവന്റെ സിംഹാസനം മുഴുവൻ ഹാലലിയ പ്രപഞ്ചത്തെ ചുറ്റിപ്പറ്റിയിരിക്കുക. ഈസ് എ ഗോഡ് ഓഫ് യൂണിവേഴ്സൽ. ഹാലലിയ ഈസ് എ യൂണിവേഴ്സൽ ഗോഡ്. അവൻ പ്രപഞ്ചത്തിന് ആ ലോകം അവനെ കാണുന്നില്ല. കാരണം അവൻ ലോകത്തെക്കാട്ടിൽ വലിയൊരു ദൈവമായതുകൊണ്ട് എല്ലാ കണ്ണുകളും അടച്ച് സമർപ്പിച്ചു കൊടുത്താട്ടെ. താങ്ക് യു ജീസസ്. പ്രാർത്ഥനയാൽ ഹല്ലേലൂയ, പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ നാം മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. പിതാവേ, ഞങ്ങൾ അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ അപ്പ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ആ പുണ്യനാമത്തിൽ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് കടന്നു. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ പ്രാർത്ഥന ഇല്ലാത്തൊരു ജീവിതത്തിലേക്ക് ആ ഒരു നിലവിളിയോടുകൂടെ ഞങ്ങൾ ഓടിയിട്ടുണ്ട് കർത്താവെ. എങ്കിൽ ഞങ്ങൾ അതിന് ക്ഷമ ചോദിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, വി സറണ്ടർ ബിഫോർ യു ലോർഡ്. പ്രാർത്ഥനയുള്ളൊരു ജീവിതം, പ്രാർത്ഥനാ ജീവിതം ഞങ്ങൾക്ക് നൽകിയാട്ടെ. അത് സമയത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്, 1 മണിക്കൂർ വരെ കർത്താവ് നിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ. യുവജൻ പറയുന്നത് പോലെ ആ ഭാഷയുടെ ആ വ്യാഖ്യാനമൊക്കെ ഉണ്ടെങ്കിൽ ഹാലലുയ, ഞങ്ങൾ അതിലേക്കൊന്ന് പ്രവേശിച്ചുകൊണ്ട് ആത്മമണ്ഡലത്തിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാട്ടെ. അതികാലയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാട്ടെ. ദൈവമക്കളെ, ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവൻ കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവമാണ്. ഹാലലുയ, അങ്ങനെ നന്ദിയുള്ളൊരു ദൈവം, ജീവനുള്ളൊരു ദൈവത്തിന്റെ അടുക്കലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ആ പ്രാർത്ഥന ഇല്ലാത്തൊരു ജീവിതം നമ്മളെ പാപികളാക്കി മാറ്റുന്നത്, പാപപ്രവൃത്തി എന്നിൽ നിന്ന് തുടങ്ങുന്നത് ഈ പിതാവുമായിട്ടുള്ള ബന്ധമാണ്, പുത്രനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന്. ഹല്ലേലൂയ, ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവുള്ള ത്രിമാന മണ്ഡലത്തിൽ ത്രിയേക ദൈവത്തെ നാം ആ ബന്ധത്തിൽ റെസ്റ്റോർ ചെയ്യപ്പെടുവാനായിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് എന്നെ കേട്ട എല്ലാ ദൈവമക്കളുടെ മേലും ഈ വചനം 30, 60, 100 മേനി ഫലം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ കുടുംബത്തെ ചേർത്ത് വെച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ മീറ്റിംഗ് ഒരുക്കിയ ഓരോ കർത്താവ് ഇതിന്റെ സംഘടിപ്പിച്ച ഓരോ വ്യക്തികളെയും കർത്താവെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവാഞ്ചലിസ്റ്റ് വോയിസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ വിജയങ്ങളെയും കർത്താവെ എബിനെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കേട്ട ഓരോ മക്കളെ ഒരിക്കൽ കൂടി അനുഗ്രഹിക്കുന്നു. ഏറിയ നമ്മളാൽ നിറയ്ക്കണം യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.